പവിത്രം സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ കുളി കഴിഞ്ഞ് വരുമ്പോഴാണ് മാഷ് പറയുന്നത്, കനകം ആഹാരം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മാഷ് വല്ലാതെ ഇരിക്കുന്നത് കണ്ട് കനകം ചോദിക്കും, എന്താ മാഷെ വല്ലാതെ ഇരിക്കുന്നതെന്ന്. അത് മോൻ്റെ പ്രവൃത്തി കണ്ട് ഇപ്പോൾ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പോലും വഴിയില്ലാതായി. ഇത്രയും നാൾ മാഷിൻ്റെ വീടെന്നുള്ള രീതിയിലൊരു ബഹുമാനമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മോനായിട്ട് കളഞ്ഞു കുളിച്ചു. എന്താ മാഷെ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നു, തോട്ടത്തെ പാഷാണം വല്ലതും ഇരിക്കുന്നെങ്കിൽ എടുക്ക്, ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷമത്തിൽ മാഷ് ഇരിക്കുമ്പോൾ വേദ വന്ന് ചോദിക്കുകയാണ്, എന്താ 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 അച്ഛാ, എന്താ അമ്മേ എന്ന്. അപ്പോൾ മാഷ് അവിടെ നിന്ന് ദേഷ്യത്തിൽ എഴിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്ദിനി ചോദിക്കും, ഇവൾക്കൊന്നും അറിഞ്ഞൂടാ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇവളൊന്നും അറിഞ്ഞുകൂടാതെ അഭിനയിക്കുന്നു. അപ്പോൾ വേദ ചോദിക്കും, എന്താ അമ്മ എനിക്കൊന്നും അറിഞ്ഞൂടെ, എന്താണെന്ന് പറയുമെന്ന്. അപ്പോൾ നന്ദിനി വീണ്ടും ചോദിക്കാം, ഇവൾ കള്ളം പറയുന്നതാണ്, ഇവൾ അഭിനയിക്കുന്നതാണ്, ഒന്നും അറിഞ്ഞുകൂടാ എന്ന്. നമ്മളെ എല്ലാം ഇത്രയും നാണം കെട്ടിയിട്ട് അവൾക്ക് സമാധാനമാവുന്നില്ല, എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വേദ പറയുമ്പോൾ അമ്മ ചോദിക്കും, എന്താ നിനക്കൊന്നും അറിഞ്ഞുകൂടെ? ഇല്ല അമ്മേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താ അമ്മ പറയൂ എന്ന് പറയുമ്പോൾ നന്ദിനി പറയും, ഞാൻ പറയാം എന്ന് പറഞ്ഞ് നന്ദിനി പറയുകയാണ്, കാമുകന്മാർ വീട്ടുകാരെ പറ്റിച്ച് വിവാഹം ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിൽ പാട്ടായിട്ട് കിടക്കുന്നു, നീ അറിയാതെ ഇത് ആരെങ്കിലും അപ്ലോഡ് ചെയ്യുമോ? അപ്പോൾ വേദ പറയും, ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല അമ്മ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, ഇവൾ അറിഞ്ഞത് തന്നെ, ഇവളെ വീട്ടുകാരും കൂടി അറിഞ്ഞുകൊണ്ട് നീ ഞങ്ങളെ നാണം കെടുത്തുന്നതാണ്, നീയും നിൻ്റെ അച്ഛനും കൂടി കരുതിക്കൂട്ടി നമ്മളെ നാണം കെടുത്തുന്നതാണ്. കല്യാണം കഴിച്ചതിൻ്റെ പ്രതികാരമായി അവനെ അവൻ്റെ കുടുംബത്തെ നാണം കെടുത്താമല്ലോ എന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും പ്രതികാരം തീർക്കുന്ന അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇത് കഴിയുമ്പോൾ വിക്രത്തെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് വരുമ്പോൾ അമ്മ വിടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാവുന്നു. ഇത് കഴിഞ്ഞ് അമ്മ ബാക്കിൽ കൂടി കരഞ്ഞുകൊണ്ട് പോകുന്നു, വിക്രത്തെ പോലീസ് കൊണ്ടുപോകുന്നു. ഇത് കഴിഞ്ഞ് വേദ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മ എൻ്റെ പേരിൽ വിക്രത്തെ ആരും ഒന്നും ചെയ്യില്ല, അമ്മയുടെ മകനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ കൊണ്ടുതരും എന്ന് വാക്ക് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങി ചേട്ടനും അച്ഛനും സഞ്ചരിച്ച കാറിന് മുമ്പേ വട്ടം ചാടുകയാണ്. വേദയ്ക്കറിയാം വിക്രത്തിനെ കൊണ്ടുപോയതിന് പിന്നാലെ അച്ഛനും ചേട്ടനുമാണ് കാരണക്കാരെന്ന്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.